നിങ്ങൾ ഈ അൽഫാം ഉണ്ടോ, നിങ്ങൾ ഒരുപാട് ടൈപ്പ് അൽഫാം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു അൽഫാം ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല. നല്ല പെരി പെരി അൽഫാമിൽ ചീസൊക്കെ ഇട്ട് ഇതുപോലെ ഒരു കുഞ്ഞൻ പൊറോട്ടയായിട്ട് അൽഫാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു പെരി പെരി അൽഫാമൊക്കെ ഇഷ്ടമുള്ളവർക്ക് വിത്ത് ചീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഒരു സംഭവം. ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നൂൽ പൊറോട്ടയും ബട്ടർ ചിക്കനും ഇഷ്ടമായതുകൊണ്ട് വൈഫിനെ അത് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടുത്തെ സ്പെഷ്യൽസിൽ കണ്ടൊരു ഐറ്റമാണ് പെരി പെരി അൽഫാം വിത്ത് ചീസ്. 240 റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് വാങ്ങിയ ഒരു ഐറ്റം ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല അൽഫാം. പിന്നെ ആ ഒരു ചീസ് ലവേഴ്സിന് ആ ഒരു അൽഫാമിൻ്റെ കൂടെ ചീസ് കൊണ്ട് കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നീറ്റ്നെസ്സും ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റിയിൽ ഫുഡ് വരുന്നതുകൊണ്ട് നമുക്കത് കഴിക്കാൻ തോന്നും. അത്ര നീറ്റാണ്. ഇതൊരു പുതിയ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ടായിരിക്കാം. ഇനി ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ലതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒക്കെ ആയിട്ട് വന്ന് കഴിക്കും. ഒരു വലിയ ടീമായിട്ട് വന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ മാരക പാർക്കിങ്ങാണ്. ഞങ്ങളുടെ അങ്കമാലി ടൗണിൽ ഇത്രയും വലിയൊരു പാർക്കിങ്ങുള്ള വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഓവർ ടേസ്റ്റ് ഒന്നും ചിലപ്പോൾ തോന്നിയില്ലെങ്കിൽ പോലും എന്തായാലും ആവറേജ് ടേസ്റ്റ് മിനിമം നിങ്ങൾ എല്ലാ ഐറ്റത്തിനുണ്ടാവും. കാരണം ഞാൻ കഴിച്ച് നോക്കിയതിനൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആ ഒരു ക്വാളിറ്റിയിലാണ് അവരത് തരുന്നത്. പിന്നെ പ്രൈസ് ബാക്കിയുള്ള ഹോട്ടൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. അതിനുള്ള വൈബും ആംബിയൻസും അറ്റ്മോസ്ഫിയർ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീസ് ലവറാണ് അൽഫാം ലവറാണെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു കിരിയാന്തൻസ് റെസ്റ്റോറൻറ്റിൽ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ LF കഴിഞ്ഞ് കാലടി റോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്. പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കഴിച്ചപ്പോൾ അത്യാവശ്യം നല്ലായിരുന്നു, നീറ്റുമായിരുന്നു. ഇനിയിപ്പോൾ ഭാവിയിൽ എന്താവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉപകാരമായിരിക്കും.